കോട്ടൺ ഫാബ്രിക്കിൽ നല്ല വീവിങ്ങും എംബ്രോയ്ഡറിയും വരുന്ന സിൽവാർ സെറ്റാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് നല്ലൊരു ഓഫ് വൈറ്റ് ടോണിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. എംബ്രോയ്ഡറിയിലെ കളറിലുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. ഇതാണ് ടോപ്പിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നല്ല രസമായിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് ചെയ്യുന്നത്. ബുള്ളിയൻ ഫ്ലവേഴ്സും ഫ്രഞ്ച് നോട്ട് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. അതിൽ നമുക്ക് ഗ്രേയും ഓണിയനും അതുപോലെ ഒരു വൈൻ ഷെയ്ഡിലുമാണ് എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നത്. ഗ്രീനിൻ്റെ കളർ ടോൺസും വരുന്നുണ്ട്. ഇത്രയാണ് നമുക്കിതിൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത്. ബാക്കി ടോപ്പ് ഫുൾ ഇങ്ങനെ നല്ലൊരു വീവിങ് പാറ്റേൺ ആണ് ടോപ്പ് ഫുൾ പോയേക്കുന്നത്. ബാക്ക് സൈഡും സെയിം പാറ്റേൺ തന്നെ വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്ക് കോട്ടൺ സിൽക്കിൽ ആ ഒരു ഓഫ് വൈറ്റ് ടോണിലാണ് ബോട്ടം വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് കോട്ടണിൽ തന്നെ നമുക്കിങ്ങനെ ലൈൻസ് പോലെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. എന്നിട്ട് ഇതിൽ എംബ്രോയ്ഡറി വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വരുന്നത്. ഫുൾ ഇങ്ങനെ ലൈൻസ് പോലെ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി ചെയ്തിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തേക്കാണ്. അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് എംബ്രോയ്ഡറി ഉണ്ട്. എൻഡിലേക്ക് വരുമ്പോൾ ചെറിയ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. പിന്നെ നമുക്ക് എംബ്രോയ്ഡറിയുടെ കളേഴ്സ് വരുമ്പോൾ റെഡും പിങ്കും പീച്ച് കളർ ടോണിലാണ് ഇത് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് ബ്ലൂവും ലാവൻഡറും ഒരു ബ്രൗൺ ടോൺ വരുന്നുണ്ട്. ഇതിൽ നമുക്കൊരു മൗവ് ഷെയ്ഡും ഒണിയനും ഒരു ലൈറ്റ് ഗ്രേ ടോണുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചോട് തന്നെ ഒരു എംബ്രോയ്ഡറിയുടെ കളർ ടോൺ ആണ് ഇതിൽ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ലൈൻസ് പോലെ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. ബോട്ടം കോട്ടൺ സിൽക്കിലാണ് വരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് നല്ല സെയിം പാറ്റേൺ തന്നെയാണ്. എംബ്രോയ്ഡറിയിലുള്ള കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് എംബ്രോയ്ഡറിയുടെ കളേഴ്സ് വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോൾ സെയിം നമുക്ക് കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു സെയിം പാറ്റേണിൽ കളർ വരുന്ന ലാവൻഡറും നെവി ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. നല്ല രസമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഇത് ഓഫ് വൈറ്റിൽ വരുമ്പോൾ നല്ല രസമാണ്. ബോട്ടം വരുമ്പോൾ കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് വരുമ്പം റെഡും പിങ്കും പീച്ച് കളർ കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ആ ഗ്രീനിൻ്റെ ടോണും വരുന്നുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. പിന്നെ സെയിം നമുക്ക് ആ ഒരു വീവിങ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ദുപ്പട്ടയും ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ആണ്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് ഇതിലൂടെ പെയർ ചെയ്തേക്കുന്നത്.